ഇപ്പോൾ പോരുമുറുകുന്നത് സാമൂഹിക ക്ഷേമ പെൻഷനെ ചൊല്ലിക്കൂടിയാണ് ഇടത് വലത് മുന്നണികൾ തമ്മിൽ. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പാവപ്പെട്ടവർക്ക് നൽകിയിരുന്ന സാമൂഹിക ക്ഷേമ പെൻഷനെ പിണറായി സർക്കാർ കൈക്കൂലിയാക്കി മാറ്റുകയാണെന്നായിരുന്നു AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ ആരോപണം. സാമൂഹ്യക്ഷേമ പെൻഷൻ ഞാൻ ഉമ്മൻചാണ്ടിയെ കുറിച്ച് ഓർമ്മിക്കുകയാണ്. കേരളത്തിലെ ഒരു മനുഷ്യനും മറക്കാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ കാലത്ത് 2-3 പെൻഷൻ കിട്ടുന്നവരുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ പാവങ്ങൾ 1000 രൂപ 500 രൂപയൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന 2-3 പെൻഷൻ, ആ 2-3 പെൻഷൻ വാങ്ങിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അതെല്ലാം കൂടെ ഏകീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഒറ്റ പെൻഷനാക്കി മാറ്റിയത്. ആ പെൻഷൻ്റെ സ്ഥിതി നമുക്കെല്ലാവർക്കും തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ട് വാങ്ങിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കൈക്കൂലിയാക്കിയിട്ടാണ് ശ്രീ പിണറായി വിജയൻ്റെ സർക്കാർ ഇപ്പോൾ പെൻഷൻ ഇലക്ഷൻ കാലത്ത് 2 ഗഡു, ഇനിയിപ്പം വരുമായിരിക്കും, ചിലപ്പോൾ എവിടെയെങ്കിലും പറയൂ 2 ഗഡു 1 ഗഡു. KC വേണുഗോപാലിന്റെ പ്രസ്താവന സാധാരണക്കാരോടുള്ള വെല്ലുവിളിയാണെന്ന് മന്ത്രി V ശിവൻകുട്ടി പ്രതികരിച്ചു. ഫേസ്ബുക്ക് പേജിലൂടെയായിരുന്നു മന്ത്രിയുടെ വിമർശനം. അതേസമയം തന്നെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളെ KC വേണുഗോപാൽ MP അപമാനിച്ചുവെന്നാരോപിച്ച് LDF പ്രവർത്തകർ നിലമ്പൂരിൽ പ്രതിഷേധ പ്രകടനവും നടത്തി. ഡോക്ടർ V ശിവദാസൻ MP ഉദ്ഘാടനം ചെയ്തു. PK സൈനബ, E ജയൻ, സ്കറിയ, പിലാൻതോപ്പിൽ, ശ്രീധരൻ VC എന്നിവർ സംസാരിച്ചു. MS അനീഷ് കുമാർ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം. അനീഷ്, ഗുഡ് മോർണിംഗ്. അനീഷ്, നമുക്കറിയാം LDFന്റെ തെരഞ്ഞെടുപ്പ് അതിപ്പോൾ നിലമ്പൂരിൽ എന്നല്ല, കേരളത്തിൽ എല്ലായിടത്തും നിയമസഭാ തെരഞ്ഞെടുപ്പിലായിക്കോട്ടെ ഇനി പാർലമെന്റ് തെരഞ്ഞെടുപ്പിലായിക്കോട്ടെ എല്ലായിടത്തും സാധാരണക്കാരെ ബന്ധിപ്പിക്കുന്ന കാര്യം എന്നുള്ള നിലയിൽ ഏറ്റവും പ്രാമുഖ്യത്തോടുകൂടി ഉയർത്തിക്കാണിക്കുന്നത് ഈ ക്ഷേമ പെൻഷനാണ് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. 600-ൽ നിന്ന് 1200-ലേക്ക് എത്തിച്ചു. സാധാരണക്കാർക്കെല്ലാം അവരുടെ മനസ്സ് നിറയ്ക്കും വിധമുള്ള ഒരു തുക കൊണ്ട് നൽകിയത് LDF സർക്കാരാണ് എന്നുള്ളതാണ് വലിയ പ്രചാരണം. ആ തരത്തിൽ തന്നെയാണ് തുടക്കം മുതൽ ഉള്ളത്. ആ പ്രചാരണത്തെ ഖണ്ഡിക്കുന്ന തരത്തിൽ ആണ് ഇപ്പോൾ UDF മറുവാദവുമായി ഇറങ്ങുന്നത്. പക്ഷെ അത് എത്രത്തോളം സാധാരണക്കാർക്കിടയിൽ വില പോകും എന്നുള്ള ചോദ്യം അവശേഷിക്കുന്നില്ലേ? എങ്ങനെയാണ് UDF ഈ വിഷയത്തെ പ്രചാരണായുധമാക്കുന്നത്? ഇതൊരു തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയം എന്ന രീതിയിൽ തന്നെ LDF ഏറ്റെടുത്തിരിക്കുന്നു. കാരണം നമുക്കറിയാം, മുഖ്യമന്ത്രി മലപ്പുറത്തിനെ ചതിച്ചു അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരാമർശങ്ങളുമായി KC വേണുഗോപാലാണ് ഒരു പ്രത്യേക ഫോക്കസ് തെരഞ്ഞെടുപ്പ് വിഷയത്തിലേക്ക് നൽകിയത്. അതുകൊണ്ട് തന്നെ KC വേണുഗോപാലിനെ തിരിച്ചടിക്കാൻ കിട്ടുന്ന ആയുധം LDF ഉപയോഗിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. മുൻപ് നടന്ന പല തെരഞ്ഞെടുപ്പുകളിലും ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം പ്രധാന ആയുധമായി LDF ഉപയോഗിച്ചത് ഈ സാധാരണക്കാർക്ക് നൽകുന്ന, വയോധികരായ ആളുകൾക്കൊക്കെ നൽകുന്ന പെൻഷനെ കുറിച്ചായിരുന്നു. പെൻഷൻ തുക ഈ UDF കാലത്ത് മാസങ്ങളോളം 6 മാസത്തിലധികമായി കുടിശ്ശികയായിരുന്നു. പിന്നീട് അത് ഇരട്ടിയിലധികമാക്കി LDF സർക്കാർ വർദ്ധിപ്പിച്ചു എന്നതാണ് പ്രധാന പ്രചാരണ വിഷയമായി പലയിടത്തും പറയുന്നത്. ഒപ്പം പെൻഷൻ തുക 2000-ലേക്ക് മറ്റുമൊക്കെ ഉയർത്തണമെന്നാണ് സർക്കാരിൻ്റെ ആത്മാർത്ഥമായ ആഗ്രഹം. ഒരുപക്ഷെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടാൽ വരും സമയങ്ങളിൽ ഇത് 2000-ആക്കി ഉയർത്താനുള്ള ആലോചനകൾ പോലും ഉണ്ട് എന്ന് സർക്കാർ പലയിടത്തും പറയുന്നു. അല്ലെങ്കിൽ LDF നേതാക്കൾ പ്രചാരണ രംഗത്ത് ഊന്നി പറയുന്ന ഒരു കാര്യവുമാണ്. ഇത്തരം ഒരു കാര്യത്തെയാണ് കൈക്കൂലിയാക്കി മാറ്റി, അതായത് കൈക്കൂലി എന്ന പേരിൽ KC വേണുഗോപാൽ MP ആക്ഷേപിക്കുന്നു എന്ന പ്രചാരണം, അല്ലെങ്കിൽ അതൊരു തെരഞ്ഞെടുപ്പ് വിഷയമാക്കി LDF മാറ്റുന്നത്. ഇന്നലെ തന്നെ ഈ പ്രസ്താവനയുടെ പിന്നാലെ ഇന്നലെ വൈകുന്നേരം നിലമ്പൂർ പട്ടണത്തിൽ LDF പ്രവർത്തകരുടെ പ്രകടനം നടന്നിരുന്നു. ഒപ്പം മന്ത്രിമാർ KN ബാലഗോപാലും ഒപ്പം V ശിവൻകുട്ടി അടക്കമുള്ള ആളുകൾ ഈ പ്രതികരണത്തിനെതിരെ രംഗത്ത് വരികയും ചെയ്തു. സാധാരണക്കാരെ അവഹേളിക്കുന്ന നിലപാടാണ് KC വേണുഗോപാലിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നത് എന്ന പ്രസ്താവനകൾ നടത്തുകയും ചെയ്തു. എന്തായാലും CPM കേന്ദ്ര കമ്മിറ്റി യോഗമടക്കം നടക്കുന്നതുകൊണ്ട് പ്രധാന നേതാക്കളൊക്കെ ഡൽഹിയിലാണ്. അവർ മടങ്ങിയെത്തുക ഇനി 7-ാം തീയതി മുതലാണ് കൂടുതൽ മുതിർന്ന നേതാക്കൾ സ്ഥലത്തേക്ക് എത്തിയുള്ള പ്രചാരണം ആരംഭിക്കുക. മുഖ്യമന്ത്രി അടക്കം ഈ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്തു ഓരോ പഞ്ചായത്തുകളിലും തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പ്രസംഗിച്ചുകൊണ്ട് പ്രചാരണം ഊർജിതമാക്കും. എന്തായാലും നേതാക്കളില്ലാത്തതിനാൽ തന്നെ പലയിടങ്ങളിൽ നിന്നായി ഒരുപക്ഷെ അവരുടെ പ്രതികരണം എത്തിയേക്കാം. അവരുടെ ഒരു ഫോക്കസ് ഈ സാധാരണക്കാരെ അധിക്ഷേപിക്കുന്ന രീതിയിലാണ് കോൺഗ്രസ് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ UDF നേതാക്കളുടെ പ്രസംഗങ്ങൾ അങ്ങനെയാണ് എന്ന തരത്തിലേക്കൊക്കെ മാറ്റാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാർ മണ്ഡലത്തിലേക്ക് എത്തുമ്പോഴും ഈ വിഷയത്തിൽ ഊന്നി തന്നെയുള്ള പ്രതികരണങ്ങൾ കൂടുതലായി നമുക്ക് പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു, അല്ലേ അനീഷ്? അതായത് KCയുടെ വാക്കുകൾ ഇഴകീറി മുറിച്ചുകൊണ്ട് അത് എടുത്തു കാണിച്ചുകൊണ്ടാണ് വിമർശനങ്ങൾ LDF ക്യാമ്പിൽ നിന്ന് ഇപ്പോൾ ഉയർന്നുകൊണ്ടുവരുന്നത്. അതിൽ സാധാരണക്കാരെ അപമാനിക്കുന്നു എന്നുള്ള വലിയ ആരോപണമാണ് LDF ഉയർത്തുകയും ചെയ്യുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിലും ഈ പെൻഷൻ വിഷയത്തിൽ തന്നെ ഊന്നിക്കൊണ്ട് വലിയ രീതിയിലുള്ള പ്രചാരണം LDF ക്യാമ്പിൽ നിന്നുണ്ടാകുമെന്നും പ്രതീക്ഷിക്കാം. ഒരുപക്ഷെ KCയുടെ വാക്കുകൾ അത്തരത്തിൽ പ്രചാരണ ആയുധമാക്കി
മാക്കാൻ ഇട്ടുകൊടുത്തു എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നും അനുമാനിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായും തെരഞ്ഞെടുപ്പ് കാലമാണ്. നേതാക്കൾ പറയുന്ന ഓരോ വാക്കുകളിലും വാചകങ്ങളിലുമൊക്കെയുള്ള ഇഴകീറി പരിശോധന തെരഞ്ഞെടുപ്പ് കാലത്ത് നടക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ KC വേണുഗോപാൽ ആദ്യം പറഞ്ഞത് LDFിന് ഒരു പ്രതിരോധത്തിലേക്ക് നീക്കുന്നത്. അതായത് മാസങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണെങ്കിൽ പോലും മലപ്പുറത്തിൻ്റെ ഹവാല കണക്കുകളും കള്ളക്കടത്ത് കണക്കുകൾക്കുമൊക്കെ മുഖ്യമന്ത്രിയുടെ പേരിൽ വന്ന് മുഖ്യമന്ത്രി അത് പിന്നീട് തിരുത്തുന്നു, മാറ്റുന്നു. ഈ പ്രസിദ്ധീകരിച്ച പത്രം അത് തിരുത്തുന്നു. PR-മായി ബന്ധപ്പെട്ട ഒരു പരസ്യം ലേഖനമാണ് എന്ന് വിലയിരുത്തൽ വരുന്നു. അങ്ങനെ ആ വിഷയം വലിയ രീതിയിൽ ചർച്ച ചെയ്ത് ദിവസങ്ങളോട് നടത്തിയെങ്കിലും അത് വീണ്ടും മലപ്പുറത്ത് മലപ്പുറത്തൊരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അത് വീണ്ടും അന്തരീക്ഷത്തിലേക്ക് ഇടുന്ന ഒരു നീക്കമാണ് KC വേണുഗോപാലിൻ്റെ ഭാഗത്തുണ്ടായത്. അതുകൊണ്ട് തന്നെ അതേ KC വേണുഗോപാലിൻ്റെ നാക്കിൽ നിന്നും ഉണ്ടായ ഒരു വാചകം അതിൽ പിടിച്ചു തന്നെ കയറാനാണ് LDFിൻ്റെ തീരുമാനം. ഒപ്പം ഇവിടെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് കോൺഗ്രസിൻ്റെ തന്നെ ഈ പട്ടിക അനുസരിച്ച് രണ്ടാമത്തെ നേതാവാണ് KC വേണുഗോപാൽ. അതുകൊണ്ട് ഏറ്റവും മുതിർന്ന നേതാക്കളെ തന്നെ ആക്രമിച്ച് താഴേക്ക് നീങ്ങാം എന്നൊരു തീരുമാനത്തിലേക്ക് LDF എത്തിയിരിക്കുന്നു. മറുവശത്ത് മുഖ്യമന്ത്രിയാണ് LDFിൻ്റെ ഏറ്റവും വലിയ നേതാവ്. മുഖ്യമന്ത്രി കടന്നാക്രമിച്ചുകൊണ്ടാണ് UDF ക്യാമ്പുകൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും പരസ്പരമുള്ള ഒരു പോരിലേക്ക് ഇത് നീക്കാൻ തന്നെയാണ് LDFിനും UDFിനും താല്പര്യം. ഒരു രാഷ്ട്രീയ പോരാട്ടമെന്നാണ് രണ്ട് മുന്നണിയിലെയും പ്രധാന നേതാക്കളൊക്കെ പറയുന്നത്. അൻവർ എന്ന വിഷയത്തെ പാടെ അവഗണിച്ചുകൊണ്ട് ഞങ്ങൾ തമ്മിലാണ് യഥാർത്ഥ പോരാട്ടം നടക്കുന്നത്, ഞങ്ങൾ തമ്മിലാണ് വാക്പോര് നടക്കേണ്ടത് എന്ന രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. തീർച്ചയായും MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. അനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ അൻവർ ഉയർത്തുന്ന ആരോപണങ്ങൾക്കും വിമർശനങ്ങൾക്കും പരാമർശങ്ങൾക്കും ഒന്നും മറുപടി പറഞ്ഞ് സമയം കളയാനുള്ളതല്ല. ശക്തമായ രാഷ്ട്രീയം സംസാരിച്ചുകൊണ്ട് ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ സംസാരിച്ചുകൊണ്ട് പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇടത് വലത് മുന്നണികൾ ഇപ്പോൾ അവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിരവധി പ്രശ്നങ്ങൾ ഈ LDFും UDFും തമ്മിൽ മാത്രമാണ് ഇവിടെ മത്സരം നടക്കുന്നത് എന്നുള്ള പ്രതീതി വരുത്തി തീർക്കാൻ ഇരു ക്യാമ്പുകളും സജീവമായി ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അനവധി പ്രശ്നങ്ങൾ ഉയർത്തുന്നു, വികസന നേട്ടങ്ങൾ എണ്ണിപ്പറയുന്നു LDF. മറ്റ് വികസന മുരടിപ്പും സർക്കാർ വിരുദ്ധ പരാമർശങ്ങളും സാഹചര്യങ്ങളും ഒക്കെ ഉയർത്തിക്കാണിക്കുന്നു UDF. അത്തരത്തിൽ വളരെ സജീവമായി കൊണ്ടും കൊടുത്തും നിലമ്പൂരിലെ പ്രചാരണ ദിനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇന്നലകളിൽ അൻവറിനൊപ്പം നിന്നവർ എല്ലാം ഇത്തവണ വോട്ട് ചെയ്യുമ്പോൾ UDFിനൊപ്പമാകുമെന്ന് VT ബൽറാം. VV പ്രകാശിനെ സംഘപരിവാർ ആക്കിക്കൊണ്ടുള്ള പ്രചാരണം വരെ നടത്തിയിട്ടും LDFും അൻവറും കഴിഞ്ഞ തവണ കേവലം 2700 വോട്ടിനാണ് വിജയിച്ചത്. ഇത്തവണ അതുണ്ടാകില്ല. ഇത്തവണത്തെ മത്സരം LDFും UDFും തമ്മിൽ മാത്രമാണ്. M സുരാജ് പിണറായി സർക്കാരിന്റെ പ്രതിപുരുഷനാണെന്നും സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായ പോരാട്ടമാണ് UDF നിലമ്പൂരിൽ നടത്തുന്നതെന്നും VT ബൽറാം News 18നോട് പറഞ്ഞു. UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്തിന്റെ വിജയത്തിനായി കോൺഗ്രസ് കൈമായി വരുന്ന പോരാടുകയാണ്. ശ്രീ VT ബൽറാമാണ് നമ്മോടൊപ്പം ഉള്ളത്. എങ്ങനെയുണ്ട് കളത്തിലെ പോര്? വളരെ ആവേശത്തിലേക്ക് മാറിയല്ലോ. കാരണം ഇന്നലത്തെ UDFിൻ്റെ കൺവെൻഷൻ എന്ന് പറയുമ്പോൾ തന്നെ അത് സമീപകാലത്തൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ജനപങ്കാളിത്തം കൊണ്ടും അവിടെ വന്നിരിക്കുന്ന ആളുകളുടെ ആവേശം കൊണ്ടുമൊക്കെ ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷ ഉളവാക്കുന്ന ഒരു കൺവെൻഷനാണ്. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഞങ്ങൾ പോവുകയാണ്. യഥാർത്ഥത്തിൽ അതിൻ്റെ തുടർച്ച എന്നുള്ള നിലയിലല്ല, അതിന് മുൻപോടിയായിട്ട് തന്നെ ഞങ്ങളുടെ ഫീൽഡ് തല പ്രവർത്തനങ്ങൾ ആരംഭിച്ച് ഒന്നാം ഘട്ടം പൂർത്തീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇവിടുത്തെ 263 ബൂത്തുകളിലും ഒന്നാം ഘട്ട പ്രചരണ പ്രവർത്തനങ്ങൾ ആദ്യത്തെ അഭ്യർത്ഥനയുമായി UDF പ്രവർത്തകർ വീട് വീടാന്തരം കയറി ഒരു വീട് പോലും ഒഴിവില്ലാതെ മുഴുവൻ ഇതിനോടകം പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇന്ന് അതിൻ്റെ റിവ്യൂ മീറ്റിംഗ്സ് ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ വളരെ